friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. ഉള്ളിയും മുളകൊക്കെ അരച്ചിട്ടുള്ള മുളക് ചമ്മന്തിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, ഇഡ്ഡലി, ദോശ അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ആവശ്യം ഉണ്ടാവില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നമുക്കിത് മാത്രം ഉണ്ടായാൽ മതി വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള വാളംപുളി ഒരു 1/2 ഇഞ്ച് സൈസ് വലുപ്പത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഉണക്കമുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, എന്നാൽ ഫ്രൈ ആയിട്ട് കിട്ടുക വേണം. ഈ ഉണക്കമുളക് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറിയുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറം വരുന്ന വരെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാളംപുളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഈ ചെറിയുള്ളി സോഫ്റ്റ് ആയി വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ ബാക്കി വരുന്ന വെളിച്ചെണ്ണ നമ്മൾ മാറ്റി വെക്കണം. ചമ്മന്തിയിൽ ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ വെളിച്ചെണ്ണയാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഈ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, പുളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞു കിട്ടണം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെളിച്ചെണ്ണ ഇല്ലേ, ഇത് വഴറ്റിയെടുത്ത വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.